ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് SSC JEയുടെ നോട്ടിഫിക്കേഷനുമായിട്ടാണ്. SSC JE നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, SSC JEയുടെ നോട്ടിഫിക്കേഷൻ ഒരല്പം വൈകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു മാസത്തോളം വൈകിയിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും SSC JE നോട്ടിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം. ഡേറ്റ് 28/3 മുതൽ 18/4 വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡേറ്റ്സ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് നോക്കണം. ലാസ്റ്റ് ഡേറ്റ് 18/4 ആണ് കേട്ടോ. 18/4 ലാസ്റ്റ് ഡേറ്റ്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് 19/4 ആണ്. പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് ആർക്കെങ്കിലും വരികയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ഒരു ദിവസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 4/6 മുതൽ 6/6 വരെയാണ്. അതായത് SSC JE എക്സാമിനേഷനിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാമിൻ്റെ ഇടയ്ക്കുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 2 മാസം മാത്രമേ ഉള്ളൂ. അതായത് ഈവൻ ഒരു 70 ദിവസം പോലും നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ. അതൊരു ഡിഫിക്കൽട്ടി തന്നെയാണ്. പക്ഷേ നേരത്തെ പഠിച്ചു തുടങ്ങിയ ആളുകളാണെങ്കിൽ നന്നായിട്ട് അത് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു എക്സാമിനേഷൻ ആണെങ്കിലും കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് അല്ലേ. സോ ഇനിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ RRB JEക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സമയം നല്ല രീതിയിൽ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമും ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രധാനപ്പെട്ട, അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഒഴിവുകൾ വരാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്നവയിലാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അഥവാ BRO, അതേപോലെ തന്നെ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് CPWDയിൽ നിങ്ങൾക്ക് ഒഴിവുകൾ വരും. മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. അതേപോലെ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനിലേക്കും നിങ്ങൾക്ക് പോസ്റ്റുകൾ വരും. ഇത്തവണ 966 വേക്കൻസികളാണ് SSC JEയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഈ ഒരു എക്സാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ ടയർ 1 നോക്കുകയാണെങ്കിൽ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസും ജനറൽ അവെയർനെസ്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസും, അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി ഉണ്ടാവുക. 2 hours ഉള്ളൂ. അപ്പോൾ അതൊരു ക്രൂഷ്യലാണ് അല്ലേ. 2 hours 200 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ടാവും അല്ലേ. സോ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ പഠിക്കണം. മോക്ക് ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. അതേപോലെ പേപ്പർ 2 വരുന്നത് നിങ്ങളുടെ ബ്രാഞ്ചസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും. അവിടെ 100 ക്വസ്റ്റ്യൻസ് ആണ് 2 hours. അപ്പോൾ തീർച്ചയായിട്ടും ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത അല്ലേ. തീർച്ചയായിട്ടും കുറച്ചുകൂടി ഹൈ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ചും എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അപ്ലൈ ചെയ്യണം. ഏതൊരു എക്സാമിനേഷൻ വരുമ്പോഴും അത് അപ്ലൈ ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവരിലും ഉണ്ടാവണം. ആൻഡ് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു കോഴ്സ് എൻട്രി അവൈലബിൾ ആണ്. SSC JEയുടെ എല്ലാ ബ്രാഞ്ചസുകളിലും കോഴ്സ് എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.